ഹമാസിനി മടങ്ങി വരില്ല എന്ന് ഖത്തർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഖത്തറിലുള്ള ഹമാസിൻ്റെ ഓഫീസ് അടച്ചുപൂട്ടിയിട്ടില്ല എങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ മറ്റൊരു രാജ്യത്തെ ഓഫീസ് കെട്ടി ഉയർത്തി അവിടെ നിന്ന് തളർത്ത് പുക്ത് വിലസാനാണ് നീക്കമെന്നാണ് പുറത്തു വരുന്ന മറ്റൊരു വിവരം. അത് തുർക്കിയിലേക്കാണ് അവർ പോയിരിക്കുന്നത്. ഹമാസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ദോഹയിൽ ഓഫീസ് തുറന്നിരുന്നത് ഇസ്രയേലുമായിട്ടുള്ള ചർച്ചകൾക്കും മറ്റുമൊക്കെയാണ് എന്നുള്ള പേരിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ദോഹയിൽ നിന്നും പൂർണ്ണമായി പോയിരിക്കുന്നതായിട്ട് ഖത്തറിൻ്റെ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി അറിയിച്ചിരിക്കുന്നു. ഖത്തറിൽ അവർ ഓഫീസ് കെട്ടുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ, അല്ലെങ്കിൽ ഖത്തറിൽ അവർ പുതിയ ഓഫീസ് മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അതിന് ഏതാണ്ട് ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന വാർത്ത, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ എതിരാളികൾ സ്ഥിരം പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിലാണ്, ഒളിവിലാണ്, തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. എന്നാൽ ഹമാസിൻ്റെ ശക്തി കേന്ദ്രമായ, ഹമാസിൻ്റെ തട്ടകമായ ഗസയുടെ കടൽ തീരത്ത് വിശ്രമിക്കാനെത്തിയ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ നിന്ന് പറഞ്ഞത്, ഇനി ഹമാസ് മടങ്ങി വരില്ല, ഞങ്ങളുടെ ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയവർക്ക് തക്കതായ ശിക്ഷ നൽകും, ഇനി ഒരിക്കലും മടങ്ങി വരാൻ ഹമാസിന് കഴിയില്ല എന്ന് മാത്രമല്ല ഫലസ്തീൻ്റെ ഭരണവും ഹമാസിന് കിട്ടുകയില്ല എന്ന് പറയുന്നു. ഈ പറഞ്ഞത് ഗസയുടെ കടൽ തീരത്ത് നിന്നാണ്. ബങ്കറിലാണ് ബെഞ്ചമിൻ നെതന്യാഹു, ഇല്ലെങ്കിൽ ഒളിവിലാണ് എന്നൊക്കെ പറയുന്നവർക്ക് നല്ലൊരു മറുപടിയാണ് ഈ വീഡിയോ. ഏതായാലും ആ വീഡിയോയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. נמצא כאן בחוף הים של עזה עם שר הביטחון, הרמטכ"ל, ראש השב"כ, עם מפקדינו וחיילינו הגיבורים שעושים כאן עבודה נפלאה פה במרכז הרצועה, בכל חלקי הרצועה. הם השיגו תוצאות מצוינות ביעד החשוב שלנו. החמאס לא ישלוט בעזה. אנחנו מחסלים את היכולות הצבאיות שלו בצורה מרשימה מאוד. אנחנו עוברים ליכולות השלטוניות שלו, ועוד היד נטויה, החמאס לא יהיה בעזה. אנחנו גם עושים מאמץ מהמקום הזה בכל מקום לאתר את חטופינו ולהשיב אותם. אנחנו לא מרפים מזה, ואנחנו נמשיך לעשות את זה עד שנשיג את כולם, החיים והחללים גם יחד. ואני רוצה לומר לאלה שמחזיקים את החטופים שלנו, מי שיעז לפגוע בחטופינו, דמו בראשו. אנחנו נרדוף אתכם ואנחנו נשיג אתכם. ואני אומר גם לאלה שרוצים לצאת מהמבוך הזה, מי שיביא לנו חטוף ימצא דרך בטוחה, הוא ומשפחתו, לצאת החוצה, ואנחנו ניתן גם תמורה של $5 מיליון לכל חטוף. תבחרו, הבחירה בידכם, אבל התוצאה תהיה אותה תוצאה, אנחנו נחזיר את כולם. ושוב אני אומר, החיילים שלנו, המפקדים שלנו, עושים כאן עבודה נפלאה. אני רוצה לציין במיוחד את חיילי המילואים ואת המשפחות שלהם שנותנות להם גב עצום. הם פה שירות אחר שירות, סיבוב אחר סיבוב, והם משיגים תוצאות נפלאות לעם ישראל. אני מצדיע לכם. עם ישראל מצדיע לכם. ഏതായാലും ബന്ദി ഇടപാടിൽ നിന്ന് പലവട്ടം പിന്തിരിഞ്ഞ ഹമാസിനെ ഖത്തറിൽ നിന്ന് പുറത്താക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവരോട് രാജ്യം വിട്ടു പോകാൻ ഖത്തർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഹമാസ് ഖത്തർ ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തുർക്കി പക്ഷേ ഔദ്യോഗികമായി അത് സമ്മതിക്കുന്നില്ല. അവിടെ അവർ എത്തിയ കാര്യമോ ഇല്ലെങ്കിൽ അവരുടെ ഓഫീസ് തുറന്ന കാര്യമോ സമ്മതിക്കുന്നില്ല. ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹുവും ഒപ്പം തന്നെ അറബ് രാജ്യങ്ങളും സ്ഥിരീകരിക്കുന്നു, പഴയ പോലെ ഹമാസ് ഇനി മടങ്ങി വരില്ല എന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.